രാഹുലിന്റെ പാട്ടായി. നാടൻ പാട്ട് കലാകാരൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതെ, നമുക്ക് കല എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് വരുന്ന നാടൻ പാട്ടാണ്. രാവിലെ മുതൽ വരുന്നവരും കൊല്ലംകാരാ. അപ്പോ എന്താണ് നാടൻ പാട്ടാണ്? നാടൻ പാട്ടാണ് പ്രിയം. ഞാൻ നാടൻ പാട്ട് ടീം തന്നെ ഉണ്ട് സ്വന്തമായിട്ട്. കൊല്ലം അറിവ് ഫോക്ക് ബാൻഡിന്റെ ടീമുണ്ട്. ഞാൻ പിന്നെ ഒരു കശുവണ്ടി ഫാക്ടറി തൊഴിലാളിയാണ്. ഇളമ്പള്ളൂർ 20 നമ്പർ ഫാക്ടറി തൊഴിലാളിയും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. പിന്നെ നാടൻ പാട്ടുകൾ ഇഷ്ടമാണ്. 10-15 വർഷമായിട്ട് ഈ മേഖലയിലുണ്ട്. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ അത് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ പഠിപ്പിച്ച് കുട്ടികളെ സ്കൂളിലോട്ട് കോളേജിലെ കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കലോത്സവത്തിന് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് കാണാൻ തന്നെ രാവിലെ വന്നതാണ്. നാടൻ പാട്ടുകളും പ്രോഗ്രാംസ് എല്ലാം നമ്മുടെ നാടായതുകൊണ്ട് വന്നതാണ്. രാവിലെ തന്നെ വന്നതാണ്. കാണാൻ വേണ്ടിയിട്ട് വന്നത്. പിന്നെ നാടൻ പാട്ടുകളാണ് ഇഷ്ടം. എൻ്റെ ടീമിൽ പഠിക്കുന്ന ദേവു എന്ന് പറഞ്ഞ കുട്ടിയുടെ പ്രോഗ്രാംസ് ഉണ്ട്. കുറെ കുട്ടികൾ, ഗോപിക, അനാമിക എന്ന് പറഞ്ഞ ഇളമ്പൾ സ്കൂളാണ്. അപ്പോൾ അവരുടെ പരിപാടിയുണ്ട്. അതുകൂടെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നത്. പിന്നെ അതുമല്ല, കേരളത്തിലുള്ള 14 ജില്ലയിൽ നാടൻ പാട്ടുകളല്ലേ, അതെല്ലാം കാണുകയും വേണം, പഠിക്കുകയും വേണം, പഠിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അതെ 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 പിടിച്ച് അതെ അവിടെ മണിച്ചേട്ടനാണ് നാടൻപാട്ടുകളെ കൊണ്ട് കേരളത്തിലേക്ക് കൂടുതൽ കൊണ്ടുവന്നത്, അറിയപ്പെടുകയും. കക്ഷി മരണപ്പെട്ടത് കൊണ്ടും പിന്നെ പാട്ടുകൾ ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട്. ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ് മണിച്ചേട്ടനെ, ഒത്തിരി ഇഷ്ടമാണ്. ഒരു നാടൻ പാട്ട്, ഞാനൊരു എഴുത്ത് പാട്ടിന്റെ ഭാഗത്തിലേക്ക് പോവാം. ഒരു എഴുത്ത് പാട്ട്, നാടൻ പാട്ടിലെ ഒരു എഴുത്ത് പാട്ടിലേക്ക്. പഞ്ചവർണ്ണ കിളി ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ, പഞ്ചവർണ്ണ കിളി ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ, കണ്ണന്നടച്ചാലോ കാണാ കണ്ണിനഴകുള്ളോളേ, പൊന്നിൻ പൂവേ നിന്നെ കാണാൻ എന്തോരഴകാണെന്നേ, ചെമ്പകപ്പൂമലരേ എൻ്റെ ചെമ്പകപ്പൂമലരേ. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനിയിപ്പോ കുട്ടികളുടെ പരിപാടി നാടൻപാട്ട് കാണാൻ പോവാണ്. പ്രോഗ്രാംസ് എല്ലാം കണ്ടിട്ട് വൈകിട്ടേ പോകത്തുള്ളൂ. അതെ, വൈകിട്ട് തന്നെ പോകത്തുള്ളൂ. പ്രോഗ്രാംസ് എല്ലാം കണ്ടിട്ടേ പോകത്തുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ ഒരുപാട് നന്ദിയുണ്ട്. നന്ദി. അപ്പോ ഇങ്ങനെയൊക്കെയാണ് കലോത്സവ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. കുട്ടികൾ മാത്രമല്ല, ഇത്തരത്തിൽ അവരെ കൊണ്ടുവരുന്ന